ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് ആമി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം പാടില്ലാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 100 grams കോക്കനട്ട് ചങ്ക്സ് എടുക്കുന്നുണ്ട്. എനിക്ക് തേങ്ങയൊക്കെ തിരുകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും കോക്കനട്ട് ചങ്ക്സ് ആണ് മേടിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനൊരു 2 ഗ്രീൻ ചില്ലീസ് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ ഉള്ളിയാണെങ്കിൽ 2 എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ചെറുതായതുകൊണ്ടാണ് 5-6 എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പുട്ടുകടല, ഒരു 1/4 കപ്പ് പുട്ടുകടല, അല്ലെങ്കിൽ ബംഗാൾ ഗ്രാം എന്നാണ് ഇതിന് പറയുന്നത്. ഞാനിന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ബംഗാൾ ഗ്രാമിനെ എപ്പോഴും ഡ്രൈ റോസ്റ്റ് അതായത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പച്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്കതിൻ്റെ ഒരു ടേസ്റ്റ്, ചമ്മന്തിക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഡ്രൈ റോസ്റ്റ് ചെയ്ത്, എണ്ണയൊന്നും ഇല്ലാതെ നോർമലായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഇത് ഡ്രൈ റോസ്റ്റഡ് ആയിട്ടുള്ളത് മേടിക്കാനും കിട്ടും, അല്ലാതെ നിങ്ങൾ റോ മേടിക്കുകയാണെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് സൂക്ഷിക്കുക. പിന്നെ മല്ലിയില നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് അല്ലാത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചമ്മന്തി അരച്ചെടുക്കാം. ഇൻ കേസ് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പുതിന വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും ഹാഫ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനൊരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതെല്ലാം ഒന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളം മാത്രമേ ഞാനിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് വെള്ളം ഞാൻ അതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അത് എല്ലാം ഒഴിച്ചിട്ട് ഞാൻ അതിനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സോളിഡായിട്ട് തന്നെയാണ് ചട്നി ഇരിക്കുന്നത്, എന്നാൽ ലിക്വിഡുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് ഞാൻ താളിച്ചൊഴിക്കുന്നുണ്ട്. കടുകും വറ്റൽമുളകും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല. ഇത് ഇപ്പോൾ താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഒരു നോ ഫയർ കുക്കിംഗ് റെസിപ്പി എന്നുള്ള രീതിയിൽ അങ്ങനെയും ഇരിക്കും, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ എഗ് ദോശയുടെ കൂടെയാണ് ഞാനിത് ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു എഗ് ദോശയും കൂടെ ഞാൻ ഉണ്ടാക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എഗ് ദോശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.